ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനുപമ അഞ്ജലി അടുത്ത് പറയണ്ട്, എടി ഇവിടെ നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെ, നാണമില്ലേടി ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടും ഇവിടെ ഇറങ്ങി പോവാതെ കടിച്ചു തൂങ്ങി നിൽക്കാനായിട്ട്. ഇത് കേൾക്കുന്ന അഞ്ജലി പറയുന്നത്, സ്വന്തം ഭർത്താവ് തന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അയ്യോ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ കാലം പിടിച്ചിരിക്കുന്ന നിന്നെക്കാളും എന്തായാലും ഇവിടെ നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് പറയുമ്പോ അനുപമ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും അഞ്ജലിയെ തൊട്ടു പോകരുത്, നീയെ കുറച്ച് പ്രായമാവും കഴിഞ്ഞപ്പോഴേക്കും ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി നടന്ന സമയത്തെ ഞാൻ പോയതേ കരാട്ട പഠിക്കാനാണ്. അതുകൊണ്ട് ഇപ്പൊ നീ എന്നെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം നിനക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ അനുപമ കൈ അങ്ങനെ തന്നെ താഴ്ത്തുവാട്ടോ. ശേഷം അനുപമ പറയുന്നുണ്ട്, അഞ്ജലി ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇന്നല്ലെങ്കിൽ നാളെ അഭി വരുമെന്ന്. അഭി വന്ന നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, എന്റെ ദാമ്പത്യ ജീവിതത്തെ അത് ബാധിക്കും. ഞാൻ നിന്നോട് അത് പറഞ്ഞതല്ലേ. നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യം നോക്കേണ്ടത് നീയാണ്. എനിക്ക് ഇവിടുന്ന് പോകേണ്ട, അഭി വരുമെന്ന് പറഞ്ഞ് പോകേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും അനുപമക്കാകൾ എന്തോ പോലെ ആവട്ടെ. അനുപമ പറയണ്ടേ, എന്നാലും നിനക്ക് ഇവിടുന്ന് പോവാൻ വയ്യല്ലേ? ഇല്ല, ഒട്ടും വയ്യ. ഞാൻ പറഞ്ഞല്ലോ നിന്റെ ദാമ്പത്യ ജീവിതം പൊളിയാണ്ട് നോക്കേണ്ടത് നിന്റെ മാത്രം കാര്യമാണ്. അതിന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് നമ്മൾ രാഘവനുണ്ണിയുടെ കാർ അവിടേക്ക് വരും കേട്ടോ. രാഘവനുണ്ണി കാറിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് അഞ്ജലിയുടെയും അനുപമയുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. അനുപമയടുത്ത് പറയുന്നുണ്ട്, അനുപമേ നിന്റെ അനിയത്തിക്ക് ഇത്രയും നല്ലൊരു കഴിവുള്ള കാര്യം നീ എന്തിന് എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്ന് ചോദിക്കാണ്. അങ്കിൾ എന്താ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. നിന്റെ അനിയത്തി ഇതുപോലെ നന്നായിട്ട് പാചകം ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തൊരു കൈപുണ്യം അവൾക്ക് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് നന്ദിനിയും ഇന്ദും നമ്മുടെ ഗോവിന്ദനുണ്ണിയും എമ്മിയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. രാഘവനുണ്ണി വീണ്ടും വീണ്ടും പറയണോ, എന്നാലും ഇന്നത്തെ ഉച്ച ഭക്ഷണം എനിക്ക് ആ രുചി വായെന്ന് പോകുന്നില്ല. ദേ നന്ദിനി, നമുക്കിനിപ്പോ രാവിലെയും ഉച്ചക്കും വൈകിട്ടത്തൊക്കെ ഫുഡ് അഞ്ജലി ഉണ്ടാക്കിക്കോളൂ. ഇവിടെ ഒരു വേലക്കാരത്തിന് ഇനി ഒരു ആവശ്യവും ഇല്ല. എന്തൊരു ഫുഡാണ്, ഇതുപോലത്തെ ഒരു അടിപൊളി ഫുഡ് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല സത്യം എന്ന് പറയുമ്പോഴേക്കും നന്ദിനിയും രമ്യയൊക്കെ ഇന്ദുവൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടെ. അനുപമക്ക് ദേഷ്യം വരുന്നുണ്ട്. ശേഷം രാഘവനോട് പറഞ്ഞു, എന്നാലും എന്തൊരു സൂപ്പർ ഫുഡ്, ഡെലീഷ്യസ്, മാർവിലസ് എന്നൊക്കെ പറഞ്ഞ അഞ്ജലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജലി പുച്ഛഭാവത്തോടു കൂടി തന്നെ രാഘവനുണ്ണി ഇങ്ങനെ പുച്ഛത്തോടെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം രാഘവനുണ്ണി പറയണ്ടേ, എന്തായാലും ഇന്നത്തെ ഉച്ചഭക്ഷണം സൂപ്പർ അടിപൊളി. ഞാൻ രാവിലെ വെളുത്ത് പറഞ്ഞിരുന്നു ഉച്ചക്ക് നല്ല ചൂടോടെ പൊതിച്ചോറാക്കിയിട്ട് എനിക്ക് കൊടുത്തു വിടണമെന്ന്. പക്ഷെ ഇത്രയും നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തൊരു ടേസ്റ്റ് അതിനാ. ആ ടേസ്റ്റ് കൂടി ഉണ്ടാക്കിയ ആ കൈകളിൽ ഞാനൊരു പൊന്നും വള വാങ്ങിച്ചു തരും എന്ന് പറയുമ്പോ അനുപമക്ക് ആകെ ഷോക്കാവാണ്. ഇന്ദു നന്ദിനിയൊക്കെ ഈ മനുഷ്യന് എന്തു പറ്റി എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അഞ്ജലി അപ്പോഴും പുച്ഛത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. രാഘവനുണ്ണി വീണ്ടും പറയുന്നുണ്ട്, അതെ ഞാനൊരു തങ്കവള അഞ്ജലിയുടെ കയ്യിലേക്ക് വാങ്ങിച്ചു തരും, അത്ര സൂപ്പർ ഫുഡായിരുന്നു. ഇത് കേൾക്കുന്ന അഞ്ജലി പറയണ്ട, അയ്യോ എനിക്ക് തങ്കവള വേണ്ട, ഒരു വാച്ച് മതി. വാച്ചോ? അതെ ആ ഫുഡ് ഉണ്ടാക്കിയതേ ഞാനല്ല, അതെ നമ്മുടെ അഭിരാമി ഹോട്ടലിലെ അവിടുത്തെ ചേട്ടനാണ്. അവിടുത്തെ ചേട്ടന്മാര് വള ഉപയോഗിക്കില്ലല്ലോ, വാച്ചല്ലേ ഉപയോഗിക്കുള്ളൂ, അതുകൊണ്ട് വാച്ച് മതി എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദനുണ്ണി രമ്യ പൊട്ടിച്ചിരിക്കുക കേട്ടോ. രാഘവനുണ്ണി പറഞ്ഞിട്ട്, അഭിരാമി ഹോട്ടലോ? അതെ ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡാണ് അഭിരാമി ഹോട്ടൽ, നമ്മുടെ ജംഗ്ഷനിലുള്ളത്. മുമ്പേ ഞാനും അച്ഛനും അമ്മയൊക്കെ പുറത്തു പോകുമ്പോഴേ അഭിരാമി ഹോട്ടലിൽ നിന്നാ കഴിക്കുക. അവിടുത്തെ ഫുഡ് ഒരു രക്ഷയുമില്ല. ഇവിടുത്തെ ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഫുഡ് അഭിരാമി ഹോട്ടലിൽ തന്നെയാണ്. ഞാൻ അഭിരാമി ഹോട്ടലിൽ നിന്നാ പൊതിച്ചോറ് വാങ്ങി അങ്കിളിന് തന്നത്. അങ്കിളിനെ മാത്രം കേട്ടോ, ഇവിടെ എല്ലാവരും കഴിച്ചൊക്കെ കഴിച്ചതേ അഭിരാമി ഹോട്ടലിലെ ഫുഡാണ് എന്ന് പറയുമ്പോൾ രാഘവനുണ്ണി പറയുന്നുണ്ട്, നീ എന്താടി എന്നെ കളിയാക്കുവാണോ? പിന്നെ രാഘവനുണ്ണി എന്താ വിചാരിച്ചത്? ഞാൻ ഇവിടുത്തെ അടുക്കള പണി നോക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ജീവിക്കുമെന്ന്. രാഘവനുണ്ണി ഈ മരുമകളുണ്ടല്ലോ അതിന് അനുപമ ഇവിടെക്കാളും ഒരു പടി മുകളിലാണ് ഞാൻ. എന്റെ മുമ്പിലെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ട്, അതായത് അഡ്വക്കേറ്റ് അഞ്ജലി. ഞാൻ വെറുതെ കാശ് കൊടുത്ത് വാങ്ങിച്ചതോ കടയിൽ നിന്ന് വാങ്ങിച്ച ഡിഗ്രി അല്ല, കഷ്ടപ്പെട്ട് പഠിച്ച് പണിയെടുത്ത് വാങ്ങിച്ച ഡിഗ്രിയാണ്. നോക്ക്, അഡ്വക്കേറ്റ് രാഘവനുണ്ണി, അഡ്വക്കേറ്റ് ഗോവിന്ദനുണ്ണി എന്ന് പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് അഞ്ജലി, അതും ഒരു ഡിഗ്രിയും തലയെടുപ്പ് തന്നെയാണ്. ഈ വീട്ടുമുന്നിൽ നടക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദനുണ്ണി പറയുന്നുണ്ട്, അത് കലക്കി അഞ്ജലി, സൂപ്പർ. ഏട്ടനെ പോലത്തെ അമ്മാവന്മാർക്ക് ഇതുപോലത്തെ ജെൻസ് പിള്ളേര് തന്നെയാണ് ആ സൂപ്പർ എന്ന് പറയണം. അത് കേൾക്കുന്ന രമ്യ പറയണ്ടേ, എന്തായാലും അഞ്ജലിയുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അടിപൊളി ഡയലോഗൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചു. എന്തൊരു ഡയലോഗാണ്, അടിപൊളി, അടിപൊളി, ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പുച്ഛത്തോടു കൂടി തന്നെ രാഘവനുണ്ണിനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രമ്യ പറയുന്നുണ്ട്, അതെ മോള് വാ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. എല്ലാവരും
എല്ലാവർക്കും ഒരു നാണക്കേടൊക്കെ തോന്നുന്നുണ്ട് രാഘവേണിക്കും നന്ദിനിക്കും ഇന്ദുക്കും അനുപമയ്ക്കൊക്കെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇന്ദിരേനെയാണ്. ഇന്ദിര നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സുന്ദരേഷൻ വരുന്നത് കേട്ടോ. സുന്ദരേഷനെ കാണുമ്പോൾ തന്നെ ഇന്ദിര, ആഹാ ഇതാരും സുന്ദരേഷനോ, ഇതെന്താ ഈ വഴി? ഈ വഴി ഞാൻ എന്താ വന്നെന്ന് ഇന്ദിരക്കറിയില്ലേ? വാടക തന്നിട്ടെ കുറെ നാളായി, വാടകയ്ക്ക് വേണ്ടി ഈ വീട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എന്റെ 4 ചെരുപ്പ് തീർന്നു. അയ്യോ അത് കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പോൾ സുന്ദരേഷൻ വേണ്ട, എന്താ ഈ വീട്ടിൽ ആരും ഇല്ലേ? വാടക കാശ് തരണമെന്ന് ഒരു വിചാരവും ഇല്ലേ? ഞാനിപ്പോ വിളിക്കാവേ, ശിവരാമേട്ടാ ശിവരാമേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് സുന്ദരേഷനോട് പറഞ്ഞിട്ട്, സോറി കേട്ടോ, ഞാനേ സുന്ദരേഷൻ ചേട്ടനാ വന്നത് പറയാത്തത് കാരണം എന്താണെന്നറിയാവോ? ശിവരാമേട്ടെന്ന് വിളിച്ചാൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിലേ സുന്ദരേഷൻ ചേട്ടാന്ന് പറഞ്ഞാല് പുറകു വഴി ഓടി രക്ഷപ്പെടും, അതുകൊണ്ടാ. അപ്പോഴേക്കും ശിവരാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇന്ദിരെ എന്ന് ചോദിച്ചു പുറത്തേക്ക് വരുമ്പോഴേക്കും സുന്ദരേഷനെ കാണുവാട്ടോ. ഇതാരും സുന്ദരേഷനോ? അതെ. എന്താ ശിവരാമേട്ട, നിങ്ങക്ക് വാടക തരുന്നു ഒരു വിചാരവും ഇല്ലേ? അത് സുന്ദരേഷ, അത് പിന്നെ എന്ന് പറയുമ്പോഴും അവിടേക്ക് ശ്യാമള വരുന്നുണ്ട്. ആ സമയത്ത് സുന്ദരേഷൻ പണ്ട് ആകെ ഈ വീട്ടിൽ വാടക തന്നുകൊണ്ടിരുന്നത് അഞ്ജലി കൊച്ചായിരുന്നു. ആ കൊച്ചി കൂടി ഇല്ലല്ലോ, നിങ്ങൾ എങ്ങനെ വാടക തരുന്ന? മര്യാദക്ക് എനിക്ക് വാടക തരാൻ നോക്ക്. അത് മാത്രല്ല, വാടക ചീട്ട് പുതുക്കേണ്ട സമയവുമായി, നിങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ വിചാരമുണ്ടോ? അപ്പോഴേക്കും ശ്യാമള കണ്ടതേ, വാടക ഞാൻ ഒരു ആഴ്ചക്കുള്ളിൽ തരും. എങ്ങനെ തരുമെന്നാ പറഞ്ഞത്? നിങ്ങൾ എവിടുന്ന് പൈസ ഉണ്ടാക്കി തരുമെന്നാ പറഞ്ഞത്? വാടക ചീട്ട് ഇനി പുതുക്കുമ്പോഴേക്ക് 2000 രൂപ കൂടി കൂടുതൽ വേണം ഈ വീടിന്റെ വാടക. 2000 രൂപ കൂടുതലോ? അതെ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോ, കുറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഈ വീടിനൊക്കെ വേണ്ടിയിട്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് അടുത്ത ആഴ്ച പൈസ തരണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് എല്ലാവരും തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് സുന്ദരേഷിനെ അവിടെ പോവാണ്. ഇതൊന്നും കേട്ട് ഇന്ദിര ഒന്നും മിണ്ടാതിരിക്കാട്ടോ. സുന്ദരേഷൻ പോയിക്കുമ്പോഴേക്കും ഇന്ദിര പറഞ്ഞു, ഒരു കണക്കിനെ പറഞ്ഞ ശരിയാ, അഞ്ജലി പെണ്ണായിരുന്നു വാടകയും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അഞ്ജലി അവിടെ ശംഖുചക്രത്തിലെ വീട്ടുജോലിക്കാരിയല്ലേ? ഇന്ദിരയെ എന്ന് ശിവരാമൻ പറയുമ്പോ, ഏട്ട വെറുതെ ഒച്ചയൊന്നും എടുക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അവൾക്ക് ഇനി അഡ്വക്കേറ്റ് പണിക്കൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ ആ ശംഖുചക്രത്തിലെ വാടക, അതാണ് വെറും ഒരു വാടകക്കാരിയും വീട്ടുജോലിക്കാരിയൊക്കെയാ. ഞാൻ എന്തായാലും പോകുന്നു, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഇന്ദിര അവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ശിവരാമൻ പണ്ട് മുമ്പത്തെ പോലെ ജോലിക്ക് പോകാനുള്ള സമയമായും തോന്നുന്നു. ഇതേക്കുന്ന ശ്യാമള പറയുന്നുണ്ട്, ശിവരാമേട്ടൻ ജോലിക്ക് പോകണ്ട, എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ശ്യാമള പറയാണ്. ഇതൊക്കെ കേട്ട് ആര്യക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കേട്ടോ. ആര്യ എന്തായാലും ആ പാട്ട് പാടിയിട്ട് മിക്കവാറും അതിന് കിട്ടുന്ന പൈസ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് അർജുനെയാണ്. അർജുൻ പുതപ്പും തലേണയൊക്കെ ആയിട്ട് നമ്മുടെ താഴത്ത് ദിവാങ്കോട്ടിൽ കിടക്കാൻ പോകുന്ന സമയത്ത് അവിടേക്ക് ഗോവിന്ദനുണ്ണിയും ഭാര്യ രമ്യയും കൂടി വരുവാണ്. എടാ അർജുനെ, നീ ഇത് എവിടേക്കാണ് പോണത്? അത് ഇളയച്ച, ഞാൻ പിന്നെ കൊള്ളാം, നീ ഇന്നും താഴത്തും അഞ്ജലി കട്ടിലും മുകളിലാണ് കിടക്കാൻ പോണത്. എടാ ഇതൊന്നും ശരിയാവില്ല, ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴേ കുറച്ച് അല്ലറ ചില പ്രശ്നമൊക്കെ ഉണ്ടാവും. നിന്റെ വിചാരം എന്താ? ഞാനും നിന്റെ ചെറിയമ്മയും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നാണോ? ഇത് കേൾക്കുന്ന ചെറിയ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നവും അടിയും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ ബെഡ്റൂമിൽ തീരും. എടാ ഭാര്യ ഭർത്താക്കന്മാരുടെ അടിയും വഴക്കൊക്കെ ബെഡ്റൂമിലാണ് തീരേണ്ടത്, അത് പുറത്ത് ആരെയും കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ പോണത് പുറത്തുള്ളവരായിരിക്കും. എന്തിനാ അതിനൊരു അവസരം കൊടുക്കണത്? അതുകൊണ്ട് നീ മര്യാദക്ക് അകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗോവിന്ദൻ പറയുന്നുണ്ട്, അതേടാ പ്രശ്നങ്ങൾ എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകും, നമുക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യാനാണ് പഠിക്കേണ്ടത്. നീയും അഞ്ജലി നമ്മുടെ പ്രശ്നങ്ങളെ എപ്പോഴും ഇനി ഈ നിലത്തും അഞ്ജലി മുകളിലും പോയി കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല, പ്രശ്നങ്ങൾ കൂടി കൂടി വരുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷത്തോടെ ചിരിക്കുള്ളൂ. നീ നിന്റെ ബെഡ്റൂമിലേക്ക് പോ, എന്നിട്ട് സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കേ. അവൾ എന്നെ വിശ്വസിക്കുന്നില്ല ചെറിയച്ച. അതൊക്കെ അങ്ങനെ ആയിരിക്കോളാം, പക്ഷെ നീ വിശ്വാസം നേടിയെടുക്കാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബന്ധം അങ്ങനെ അകന്നകന്ന് പോകും. ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞാൽ കേൾക്കണം, മനസ്സിലായോ? അപ്പൊ ഹാപ്പി സെക്കൻഡ് നൈറ്റ്, പോട മോനെ റൂമിലേക്ക്, രമ്യ നീ വാ, ആ റൂമിലേക്ക് പോയിക്കോളും എന്ന് പറയണം. അങ്ങനെ അർജുൻ റൂമിലേക്ക് സന്തോഷത്തോടെ പോവാണ്. നമ്മുടെ ചെറിയമ്മയും ചെറിയച്ഛനും പറഞ്ഞ ഉപദേശമൊക്കെ കേട്ടിട്ട് അവിടെ അഞ്ജലി കിടക്കാനുള്ള പുറപ്പാടാട്ടോ. അഞ്ജലി നോക്കുമ്പോഴേക്കും അർജുൻ പുതപ്പും തലയണയൊക്കെ ആയിട്ട് റൂമിലേക്ക് വരുന്നത് കാണുമ്പോൾ അഞ്ജലി നെട്ടിയിട്ട് അർജുൻ ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.